എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് amcsfnck.com വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അഡ്മിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ BSc നഴ്സിംഗ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ഏറ്റവും അടിയിലായിട്ട് ആപ്ലിക്കൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസായിട്ടുള്ള 25,000 രൂപ അടയ്ക്കേണ്ടതും ആണ്. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ട് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 12 വരെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ആ ഒരു ബന്ധപ്പെട്ട കോളേജ്, അത് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോളേജുമായി ബന്ധപ്പെട്ട ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 8 മുതൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 3 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് ഇതിൽ നിന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത വിദ്യാർത്ഥികളുടേത് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ, അതായത് ആദ്യമായിട്ടാണ് കിട്ടിയതെങ്കിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കൺഫർമേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കോളേജ് വൈസ് ലിസ്റ്റ് നോക്കാം. കോളേജ് വൈസ് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഇവിടെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കോളേജ് വൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോ കോളേജിൻ്റെയും പേര് കാണാം. നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് അറിയേണ്ടത്. ആ ഒരു കോളേജിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റും അതിൽ കൺഫേം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ നിലവിൽ ഹയർ ഓപ്ഷനിലേക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി, അതുപോലെ തന്നെ ന്യൂ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ന്യൂ അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഓപ്ഷനുകളെല്ലാം, അതായത് അതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതായത് തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ആ ഒരു വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് അവിടെ ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇനി വിദ്യാർത്ഥികൾക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഓഗസ്റ്റ് 8 മുതൽ 12 വരെ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിലെ ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുകയും അതിനുശേഷം 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 8 മുതൽ 12 വൈകുന്നേരം 3 മണിക്കുള്ളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യാത്ത വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ആ ഒരു അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് അതായത് പിന്നീട് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 2024-25 അധ്യയന വർഷത്തെ 3ാം ഘട്ട അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 8 മുതൽ 12 തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് ഈ ഒരു AMCS FNCK വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കേണ്ടതാണ്. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് താഴെ പറയും പ്രകാരം നിങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലാത്തവർക്ക് അസോസിയേഷൻ്റെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് അവസരം ലഭിക്കുന്നതല്ല. ഹയർ ഓപ്ഷൻ ചോയ്സസ്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അപേക്ഷയിൽ ആദ്യ പ്രിഫറൻസ് ആയിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന കോളേജുകളിൽ ലഭിക്കാത്ത അപേക്ഷകർക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ആ കോളേജിലെ ഒഴിവുള്ള സീറ്റുകളുടെ ലഭ്യതയും അപേക്ഷകരുടെ ഓപ്പൺ മെറിറ്റ് റാങ്കിൻ്റെ ക്രമവും പരിഗണിച്ചാണ് ഹയർ ഓപ്ഷൻ പരിഗണിക്കുന്നതായിരിക്കും. ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ മുകളിൽ നിർദ്ദേശിക്കുന്ന ക്രമത്തിൽ സമയബന്ധിതമായി പ്രവേശനം നേടുന്നവരെ മാത്രമേ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ ഹയർ ഓപ്ഷന് പരിഗണിക്കുള്ളൂ. എന്നാൽ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിച്ച കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷകർക്ക് തങ്ങളുടെ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നതിന് രേഖാമൂലം ഇപ്പോൾ പ്രവേശനം നേടുന്ന കോളേജ് പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകാനും
അവസരമുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് തൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. അസോസിയേഷനിലെ കോളേജുകളിലെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം പൂർത്തിയാകുന്ന ക്രമത്തിൽ ഒരു നിശ്ചിത തീയതിക്ക് ശേഷം എല്ലാ ഹയർ ഓപ്ഷനും ക്യാൻസൽ ചെയ്യുന്നതാണ്. ഇത് സംബന്ധിച്ച് അറിയിപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതും അതിനുശേഷം സീറ്റുകൾ ഒഴിവ് വന്നാൽ ഹയർ ഓപ്ഷൻ കൂടാതെ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് നേരിട്ട് അലോട്ട്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ പറയുന്ന പ്രകാരം 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അടക്കാവുന്നതാണ്. അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലാൻ ഉപയോഗിച്ചുകൊണ്ടും ഈ ഒരു 25,000 രൂപ അടക്കാവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് അടക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. കാരണം ചലാൻ വഴി ബാങ്ക് വഴി അടക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുക കൂടി ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് മോഡിഫൈ ചെയ്യണമെങ്കിൽ യെസ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് യെസ് എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ റദ്ദ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷനെ പരിഗണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജിൽ മാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻ താല്പര്യമില്ലാത്ത വിദ്യാർത്ഥി യെസ് എന്ന് ക്ലിക്ക് ചെയ്ത് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഹയർ ഓപ്ഷനിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നോ എന്നത് ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് നോ എന്നാലും യെസ് എന്നാലും നിങ്ങൾ അവസാനം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പൂർത്തീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID-യിലേക്ക് ഒരു മെയിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു എഡിറ്റിംഗ് ചെയ്ത ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഒരു മെയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് കൺഫേംഡ് ഓർ ചേഞ്ച് കൺഫേം കാറ്റഗറി, കൺഫേം എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ, ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി, എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെയൊക്കെയാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രത്യേകിച്ച് നേരത്തെ നടന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇതേ രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ചവരും അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ച ശേഷം അതേ കോളേജിലെ തന്നെ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറിയിട്ടുള്ളവരും ആണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റിനെ തുടർന്ന് കൺഫേം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ സ്ഥിരീകരിക്കുന്ന നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മുൻപൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് നിങ്ങൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിൽ ലഭിച്ച് പുതിയ കോളേജിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ മുൻ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ചതിനാൽ വീണ്ടും അടയ്ക്കേണ്ടതില്ല. എന്നാൽ മുകളിൽ നിർദ്ദേശിക്കുന്ന തീയതികളിൽ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷയുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് താഴെ പറയുന്ന 2 കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ അത് മാത്രം റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഹയർ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ തുടർന്നും ലഭ്യമായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കോളേജിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും എന്നുള്ളത് പ്രത്യേകം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യുക. ഇങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ ആൻഡ് റീഫണ്ട് ഓഫ് ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കോളേജിൽ ചെന്ന് ബന്ധപ്പെട്ട രേഖകളെല്ലാം സമർപ്പിച്ച് കോളേജിൽ പ്രവേശനം പൂർത്തിയാക്കുന്ന ദിവസത്തിന് മുമ്പ്, അതായത് 2024 ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് റദ്ദ് ചെയ്യുന്നതിനായിട്ട് അവസരം ഉണ്ടായിരിക്കും. നിങ്ങളുടെ അപേക്ഷയുടെ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് വെബ്സൈറ്റിലെ amcsfnck.com ലോഗിൻ ചെയ്താണ് ഇത് ചെയ്യേണ്ടത്. അടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതിന് ഓൺലൈനിലൂടെ ഫോമിലുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ചു അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുമ്പോൾ ഈ ഒരു വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇമെയിൽ സന്ദേശം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്കളുടെ സ്ഥിരീകരിച്ച അലോട്ട്മെൻറ്റ് താഴെ പറയും വിധം എപ്പോഴെങ്കിലും റദ്ദ് ചെയ്തവർക്ക് അസോസിയേഷൻ്റെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ
അതായത് ആദ്യത്തെ 3 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് സ്ഥിരീകരിച്ച അപേക്ഷകർ 2024 ഓഗസ്റ്റ് 12 മുമ്പ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിലെ ഓഫീസിലെത്തി പ്രോസ്പെക്ടസ് പ്രകാരമുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ബാലൻസ് ഫീസ് അടക്കുകയും ചെയ്ത് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഇപ്രകാരം സമയത്തിനുള്ളിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്തതായി കണക്കാക്കുന്നതാണ്. തുടർന്നുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനത്തിനായിട്ട് അവസരം ലഭിക്കുന്നതല്ല. ഇനി വിദ്യാർത്ഥികളുടെ ഫീസ് എന്ന് പറയുന്നത് 73,025, അതിൽ 23,300 രൂപ, 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ ടോട്ടൽ 1,06,325 രൂപ, അതിൽ 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻ്റായിട്ട് അടച്ച് അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് ഫീസ് 81,325 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബാലൻസ് ഫീസ് ടു ബി പെയ്ഡ് ഷാൽ ബി പെയ്ഡ് ഓൺലി പേ ഓൺലൈൻ പേ, അതുപോലെ DD ഇൻ ദ നെയിം ഓഫ് കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് പൈസ അടക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും കാരണത്താൽ കോളേജിൽ ചെന്ന് പ്രവേശനം നേടിയ ശേഷം പ്രവേശനം റദ്ദ് ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ തിരികെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2024 സെപ്റ്റംബർ 24 വരെ അതിന് അവസരമുണ്ടായിരിക്കും. അപ്രകാരം പോകുന്നവർക്ക് പ്രവേശന ഫീസായിട്ട് 1000 രൂപ കഴിച്ച് ബാക്കി മുഴുവൻ ഫീസും തിരികെ കിട്ടുന്നതാണെന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.